ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ന്യൂ ഇയർ പരിപാടിയാണ്. നമ്മളെ ന്യൂ ഇയർ പരിപാടീൻ്റെ ഭാഗമായിട്ട് നടന്ന നമ്മുടെ പരിപാടിയും നാട്ടിലുള്ള പരിപാടികളെല്ലാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോഴേക്ക് ഏകദേശം 11:55 അപ്പോൾ ആണ് നാട്ടിൽ എസ് എൻ പാർക്ക് ടീമിൻ്റെ പുതുവത്സര പരിപാടി നടക്കുന്നത്. അപ്പോൾ 12 മണിയാകാൻ 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ പോകാം. 12 മണിയാകാൻ കാത്തു നിൽക്കലാന്ന് പടക്കമൊക്കെ പൊട്ടിക്കാൻ. പടക്കമൊക്കെ നിരത്തി പച്ചക്കെട്ടും മാലയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് പേടിയാണ് കേട്ടോ. അപ്പം ഞാൻ പൊട്ടാൻ തുടങ്ങിയാൽ മെല്ലനെ ബാക്കോട്ട് വലിയാൻ തുടങ്ങി. അപ്പോൾ പടക്കം പൊട്ടിക്കലിന് ശേഷം പിന്നെയുള്ളത് കേക്ക് മുറിയാണ് കേട്ടോ. എല്ലാവരും കേക്കിന് വേണ്ടി കാത്തിരിക്കലായിരുന്നു. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ 2025 എസ് എൻ പാർക്ക് ടീം എന്നൊക്കെ എഴുതിയൊരു കേക്കൊക്കെ റെഡിയായിരുന്നു. നമ്മൾ ഓൾറെഡി പരിപാടി നടക്കുന്ന കേക്ക് തിന്നിട്ടാണ് കേട്ടോ വന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പരിപാടി കാണാൻ നിന്നതിൻ്റെ തിരക്കിലായിപ്പോയി. അപ്പോൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. കുറച്ച് വെടിക്കെട്ട് കുറച്ച് കഴിഞ്ഞിട്ടും കൂടെ വെച്ചിരുന്നു. അപ്പോൾ അതാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്കൊരു ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഡാൻസിന് പോയിട്ട് വന്ന കോസ്റ്റ്യൂമിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഓക്കെ, നമ്മളെ നാട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെയല്ലേ കളിക്കേണ്ടത്, വേറെ ആരും അല്ലല്ലോ. അപ്പോൾ നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ അവർ ചോദിച്ചത്. അങ്ങനെ നമുക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അവർ ബോക്സൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. അവർ ബോക്സ് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് ബോക്സ് എല്ലാം എടുത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ശരിക്കും എൻ്റെ വീടിൻ്റെ മുന്നിലാണ് കേട്ടോ, അച്ഛൻ്റെ ഷോപ്പിൻ്റെ മുന്നിലാണ്. എസ് എൻ പാർക്ക് എന്ന് പറഞ്ഞത് ആ ബസ് സ്റ്റോപ്പാണ് കേട്ടോ എസ് എൻ പാർക്ക് എന്ന് പറഞ്ഞത്. അതായത് എല്ലാവരും ഒരു ഒത്തുകൂടുന്നൊരു സ്ഥലം കൂടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ വായനശാലയും കൂടെ വന്നിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നിരുന്നു. പിന്നെ നമ്മൾ റെഡാണ്. അപ്പോൾ കുറച്ച് 2 കുട്ടികൾ ഡാൻസ് കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷമായിരുന്നു കേട്ടോ ഈ പരിപാടി. പിന്നെ അടുത്തുള്ളവരെല്ലാം പോയതിന് ശേഷം ഡാൻസ് കളിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം തിരിച്ചു വന്നു. ഇത് നമ്മൾ 31 രാത്രി പോയ ന്യൂ ഇയർ ഫെസ്റ്റാണ് കേട്ടോ. ഏച്ചൂര് നടന്നൊരു പരിപാടിയാണ്. മഹിളാ അസോസിയേഷൻ നടത്തുന്ന ന്യൂ ഇയർ പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാനിതിൽ നിന്ന് യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്ന് അവർ കളിക്കുകയും ചോദിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ എടുത്തിട്ട് അയച്ചാന്നതാണ്. അപ്പോൾ കളിക്കുന്നതിന് നടുക്ക് വണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കൺഫ്യൂഷനായി, നിർത്തണോ വേണ്ടിയോ എന്നല്ലോ. പിന്നെ ഞാനെല്ലാം വിചാരിച്ചു വണ്ടിക്ക് പോകാൻ സ്ഥലമുണ്ടല്ലോ, പോയിക്കോട്ടെ, അപ്പോൾ പിന്നെ നിർത്തണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ റോഡ് ബ്ലോക്ക് ചെയ്ത് കുറച്ച് സമയത്തേക്ക്. പിന്നെ അങ്ങനെ വണ്ടിയൊന്നും വന്നില്ല. ലാസ്റ്റോട്ടൊരു വണ്ടി വന്നപ്പോൾ അവർ റോഡവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മളങ്ങനെ നല്ലോണം ആസ്വദിച്ച് കളിച്ചു. കാരണം നാട്ടിലാണല്ലോ. ശരിക്കും നമ്മൾ ഗ്രൂപ്പിൻ്റെ പേര് ചിലങ്ക ബംഗ്ലാവട്ടാണ്. അപ്പോൾ ബംഗ്ലാവട്ടൊക്കെ തന്നെ നമ്മൾ കളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓൾറെഡി അവിടെ കളിച്ചിനി, എന്നാലും അവരൊരു ചെറിയൊരു പ്രോഗ്രാമിലും കൂടെ നമുക്ക് കളിക്കാൻ പറ്റി. നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കയ്യിന് മാക്സിമം അടിപൊളിയാക്കി കളിച്ചിരുന്നു എല്ലാവരും. പിന്നെ ഓൾറെഡി ഡാൻസ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിലല്ലായിരുന്നു. അപ്പോൾ അതൊരു വലിയ ലോറി വന്നു. അപ്പോൾ റോഡാടെ ബ്ലോക്ക് ചെയ്ത് വെച്ചവർ 2 മിനിറ്റത്തേക്ക്. അപ്പോൾ ലോറിയിൽ നിന്ന് ആ ഡ്രൈവറൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. മലയാളീസ് അല്ലായിരുന്നു, വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ എടുത്തിട്ട് അവർ ഡാൻസ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ഡാൻസും കൂടെ കളിച്ചു, അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.